ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഞാൻ നിമ്മിയനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമല്ലോ എന്തുണ്ടാക്കുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു പലഹാരമാണ്. കുറച്ച് പാലും അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ തൈരും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ കഴിക്കാൻ ഇത് അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിലാണ് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നത് ഷുഗറാണ്. ഷുഗർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം ഷുഗർ എടുത്തിട്ടുണ്ട്. ഞാൻ പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിങ്ങിന് ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ പൊടിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഷുഗർ ചേർത്താലും മതി. ഇനി അതിലോട്ട് ചേർക്കുന്നത് തൈരാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. പുളിയുള്ള തൈരാണെങ്കിൽ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി. ഇനി ഇതിലോട്ട് ഏകദേശം 1/2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നോർമൽ ടെമ്പറേച്ചറുള്ള പാലാണ്, അല്ലാതെ ഞാൻ തിളപ്പിച്ചതൊന്നുമല്ല. അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് എസൻസ് ആണ്. ഞാനിവിടെ ഓറഞ്ച് ഫ്ലേവറുള്ള എസൻസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ലെമണിൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി അല്ലെങ്കിൽ ലെമണിൻ്റെ തൊലി നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ഓറഞ്ച് എസൻസും ഇപ്പം ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് നിങ്ങൾക്കൊരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. തൈരും പാലും കൂടെ ആകുമ്പോഴത്തേനും നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ ഇച്ചിരി സമയം എടുക്കും. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്കതിൻ്റെ കട്ടയൊക്കെ പോയി അതുപോലെ തന്നെ പഞ്ചസാരയും നല്ലതായിട്ടൊന്ന് അലുത്ത് കിട്ടും. ഇപ്പോൾ കണ്ടോ, എല്ലാം നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മിക്സിലോട്ട് 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. ഞാനിവിടെ 240 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. മൈദ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് തരിയോ വല്ലതും ഉണ്ടെങ്കിൽ അപ്പം അരിപ്പയിൽ കിട്ടും. അതിനുവേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ മൈദയും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററും എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കേക്കിനൊക്കെ മിക്സ് ചെയ്യത്തില്ലേ, ആ ഒരു പരുവത്തിൽ തന്നെ നമ്മളിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഏകദേശം ഇതുപോലെയാണ് മിക്സ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ്. ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി. അതിനുവേണ്ടി മാത്രമാണ് നമ്മളിതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം നമുക്ക് കയ്യിലിങ്ങനെ എണ്ണയിലോട്ട് കോരി ഇടാവുന്ന ഒരു രീതിയിലായിരിക്കണം. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. നമ്മൾ ബോണ്ടയൊക്കെ ഇങ്ങനെ കോരിയിടത്തില്ല എണ്ണയിലോട്ട്, അതുപോലെ ആയിരിക്കണം കേട്ടോ. ഞാനിവിടെ ഒരു സ്വല്പം പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ആ ഒരു ബാറ്റർ കറക്റ്റായിട്ട് കിട്ടിയത്. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. ഡയറക്റ്റായിട്ട് നമുക്കിനി എണ്ണയിലിട്ട് വറുത്ത് പോരാം. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ കൈ വെള്ളത്തിലൊന്ന് നനച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഓരോ ബോളായിട്ട് ഇതുപോലെ കിട്ടും. എപ്പോഴും ചെറിയ ബോളുകളാക്കി എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒത്തിരി വലുപ്പത്തിൽ ഉണ്ടാക്കുന്നതിൽ നല്ലത് ചെറുതായിട്ട് ഇതുപോലെ എടുക്കുന്നതാണ് നല്ലത്. ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും അതിൻ്റെ ഒന്ന് മൂത്ത് കളർ മാറി വരണമല്ലോ, അതിനുവേണ്ടി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് റെഡിയാക്കുമ്പോൾ നമ്മൾ ചെറു തീയിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറഭാഗം കരിഞ്ഞു പോകും, ഉള്ളോട്ട് വേഗത്തുമില്ല. അതുകൊണ്ട് ചെറു തീയിൽ തന്നെ വെച്ചിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ ഗോൾഡൻ കളറാക്കി എടുക്കുക. ഇപ്പോൾ ഏകദേശം നമുക്കത് എണ്ണയിൽ നിന്ന് കോരാറായിട്ടുണ്ട്.
കണ്ടോ, കാണാൻ തന്നെ നല്ല ക്യൂട്ടല്ലേ. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം അടുത്ത ബാച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നെക്സ്റ്റ് ബാച്ച് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ സ്പൂണിലാണ്. ഇതുപോലെ സ്പൂണിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിത് 2 മെത്തേഡും കാണിച്ചെന്നേ ഉള്ളൂ. സ്പൂണിൽ അല്ലെങ്കിൽ കയ്യിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതും അതുപോലെ തന്നെ ഗോൾഡൻ കളർ ആവുന്നിടം വരെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തൊന്ന് മൊരിപ്പിച്ചെടുക്കുക. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് അല്ലേ. പെട്ടെന്ന് തന്നെ കുറച്ച് മൈദയും പാലും തൈരും ഒക്കെ ഉണ്ടെങ്കിൽ 4 മണിക്ക് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. റെസ്റ്റിംഗ് ടൈം ഒന്നും വേണ്ട. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അങ്ങനെ നമ്മുടെ 4 മണി പലഹാരം റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നല്ല ചൂടാണ് കണ്ടോ, നല്ല മയവുമാണ് കണ്ടോ. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്തപോലെ കണ്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിനൊരു ലൈറ്റ് മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ നമുക്കതിനെ ഒന്ന് ഷുഗറിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് ഷുഗർ കോട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അവർ നമ്മൾ പാത്രം കാലിയാകുന്ന വഴി അറിയത്തേയില്ല. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് അവർ കഴിക്കുകയും ചെയ്യും. ഞാനിവിടെ കുറച്ചെടുത്ത് ഇതുപോലെ ഷുഗർ കോട്ട് ചെയ്യുന്നുണ്ട്. ഇത് പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയാണ്. വലിയവർക്ക് കഴിക്കാൻ നമുക്ക് അധികം മധുരം ഇല്ലാതെ നോർമൽ രീതിയിൽ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് ടീയോ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫിയോ ഉണ്ടെങ്കിൽ 4 മണി പലഹാരം ഉഷാറായി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. ബൈ.